Hi all, ഇന്ന് നമ്മൾ exercise 1.3 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Write the following in decimal form and say what kind of decimal expansion each has. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമ്മളോട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡെസിമൽ എക്സ്പാൻഷൻ ഏത് ഫോം ആണെന്ന് കൂടി പറയണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 36/100. 36/100 എന്ന് പറഞ്ഞാൽ എന്താ? 0.36 ആണ്. അപ്പം അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ഫോമിലാണ്. അടുത്തെന്താ? 1/11 ആണ്. 1/11 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0.0909 എന്ന് പോകും. അപ്പൊ എന്താണ്? ഇത് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് എന്ന് പറയാം. അടുത്തെന്താ? 4 1/8 ആണ്. 4 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 into 8 എന്താ? 32 plus 1/8. 32 plus 1/8 പറഞ്ഞാൽ 33/8. 33/8 അപ്പൊ എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്. 3/13. 3/13 എന്താണ്? അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ എന്താണ്? 0.230769 മൊത്തത്തിൽ ഒരു ബാർ. അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. ടെർമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തെന്താ? 2/11. 2/11 എന്ന് പറഞ്ഞാൽ എന്താ? 1/11 ഡബിൾ. 1/11 നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. 2/11 എന്ന് പറഞ്ഞാൽ 1/11 ഡബിൾ ആണ്. 1/11 എന്താണ്? 0.0909 അങ്ങനെ പോകും. ഇപ്പൊ 2/11 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1818 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അടുത്ത് 329/400 ആണ്. അത് നമുക്ക് 329/400 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 329/4 into 100 എന്ന് എഴുതാം. ഒന്നുമില്ല, സ്പ്ലിറ്റ് ചെയ്തു. 400നെ 4 into 100 ആക്കി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 329/4 ചെയ്ത് നോക്കാം. ഇങ്ങനെ കിട്ടി 82.25. 82.25/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 329/400 കിട്ടും. അപ്പൊ 329/400 ഈക്വൽ ടു 0.8225 ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. You know that 1/7 equal to 0.142857. Can you predict what decimal expansion of 2/7, 3/7, 4/7, 5/7, 6/7 are without actually doing the long division? If so, how? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1/7 ഡെസിമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 2/70, 3/70, 4/70, 5/70, 6/70 ഒക്കെ ഡെസിമൽ എക്സ്പാൻഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലോങ് ഡിവിഷൻ ചെയ്യാതെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 2/7 എന്താണ്? 1/7 എന്ന് into 2 ആണ്. 2/7 ഈക്വൽ ടു 1/7 into 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.142857 into 2 ചെയ്ത് നോക്കാം. 0.285714 ആണ് നമ്മളുടെ ഉത്തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3/7 ചെയ്ത് നോക്കാം. 3/7 എന്താണ്? 1/7 into 3 ആണ്. അപ്പം 0.142857 into 3 42857. അടുത്തെന്താ? 4/7. 1/7 into 4. 4/7 എന്ന് പറഞ്ഞാൽ 142,857 into 4 എന്താണ്? 0.571428. അടുത്തെന്താണ്? 5/7. 5/7 6/7 കൂടി കാണാറുണ്ട്. 5/7 ഈക്വൽ ടു 1/7 into 5. 142,857 into 5 equal to 0.714285. 6/7 equal to എന്താണ്? 1/7 into 6 ആണ്. 6/7 എന്ന് പറയുന്നത് 1/7 into 6 നമുക്ക് ചെയ്ത് നോക്കാം. 0.142,857 into 6 equal to എന്താണ്? 0.857142. 0.857142 ഇങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Express the following in the form of p/q, where p and q are integers and q not equal to 0. 0.6 bar,
0.47 ബാർ 0.001 ഹോൾ ബാർ. ഈ തന്നിരിക്കുന്നതിനെ P/Q ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0.6 ബാർ. 0.6 ബാർ എന്ന് പറഞ്ഞാൽ എന്താ, 0.6666 ആണ്. അങ്ങനെ പോകുന്നതാണ് 0.6 ബാർ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുത്താലോ, ലെറ്റ് എക്സ് ഈക്വൽ ടു 0.6666 അങ്ങനെയുള്ളത്. അപ്പൊ 10x എന്തായിരിക്കും, 6.6666 ഈക്വൽ ടു 6 പ്ലസ് 0.6666. അപ്പം ഈക്വൽ ടു എന്താണ്, 6 പ്ലസ് എക്സ് ആണ്. 10x മൈനസ് എക്സ് എന്താണ്, അപ്പം 6 ആണ്. 9x ഈക്വൽ ടു 6. അപ്പൊ x ഈക്വൽ ടു എന്താണ്, 6/9 എന്ന് പറഞ്ഞാൽ 2/3 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 0.47 ബാർ. ഇവിടെ ശ്രദ്ധിക്കണം, ബാർ 7ന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ, 4ന്റെ മുകളിൽ ബാർ ഇല്ല. അപ്പൊ 7 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ലെറ്റ് x ഈക്വൽ ടു 0.47 ബാർ ഈക്വൽ ടു 0.47777 അങ്ങനെ വരും. അപ്പൊ 10x എന്തായിരിക്കും, 4.7777 അങ്ങനെ ഈക്വൽ ടു എന്താണ്, 4.3 പ്ലസ് എക്സ് ആണ്. 4.3 പ്ലസ് 0.477 ആണ് 4.777. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു 4.3 പ്ലസ് എക്സ്. 10x മൈനസ് എക്സ് ഈക്വൽ ടു 4.3 എന്ന് കിട്ടി. 9x ഈക്വൽ ടു 4.3 എന്ന് കിട്ടി. അപ്പൊ എക്സ് എന്താണ്, 4.3/9 ഈക്വൽ ടു 43/90 എന്ന് കിട്ടും. നമ്മളോട് 0.001 ബാർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 0.001 ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം, ലെറ്റ് എക്സ് ഈക്വൽ ടു 0.001 ബാർ. അതോ അല്ലെങ്കിൽ 001 അങ്ങനെ എഴുതാം. അപ്പൊ 1000x എന്താണ്, 1.001 അങ്ങനെ എഴുതാം. ഈക്വൽ ടു 1 പ്ലസ് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 1 പ്ലസ് 0.001 അങ്ങനെ പറഞ്ഞിട്ട് 1 പ്ലസ് എക്സ് എന്ന് പറയാം. അപ്പോൾ 1000 മൈനസ് എക്സ് എന്താ, 1000x മൈനസ് എക്സ് ഈക്വൽ ടു 1. 999x ഈക്വൽ ടു 1. എക്സ് എന്താണ്, 1/999. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x plus 0.9999 in the form P/Q. Are you surprised with your answer? With your teacher and classmates, discuss why the answer makes sense. എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇത് P/Q ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, P/Q ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. ലെറ്റ് x ഈക്വൽ ടു 0.9999 അങ്ങനെ എഴുതി. അപ്പൊ 10x എന്തായിരിക്കും, 10x ഈക്വൽ ടു 9.9999 ഈക്വൽ ടു എന്താ, 9 പ്ലസ് 0.9999 ഈക്വൽ ടു എന്താ, 9 പ്ലസ് എക്സ് എന്ന് പറയാം. 10x മൈനസ് എക്സ് എന്താ, 9 എന്ന് പറയും. 9x ഈക്വൽ ടു 9. അപ്പൊ എക്സ് എന്താ, 9/9 ഈക്വൽ ടു 1. 999 എന്ന് പറയുന്നത് 1 ആവുന്നതാണ് ഇവിടുത്തെ സർപ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What can be the maximum number of digits in the repeating block of digits in the decimal expansion of 1/17? Perform the division so as to check your answer. എന്താ പറഞ്ഞിട്ടുള്ളത്, 1/17 റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സിലെ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്ര ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്തു, നമ്മളിങ്ങനെ ലോങ് ഡിവിഷൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇത്രയാണ് റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ നമുക്ക് കിട്ടിയത്. 3 ഡിജിറ്റ്സ് ആണ് നമുക്ക് റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ കിട്ടിയത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പൊ 16 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ ഉള്ളത് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Look at the several examples of rational numbers in the form P/Q, Q not equal to 0, where P and Q are integers with no common factors other than 1 and having the terminating decimal representation expansions. Can you guess what property Q must satisfy? എന്താ ചോദിച്ചിട്ടുള്ളത്, P/Q ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സിന്റെ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷനിൽ നമ്മൾ ജനറൽ ആയിട്ട് എന്താ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത്
ക്യൂ എന്നതിന് നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പ്രോപ്പർട്ടിയാണ് കാണുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ക്യൂവിന് എന്താ, പി ബൈ ക്യൂല് ക്യൂ പറഞ്ഞ എന്താ, ക്യൂ ഈസ് ഡിനോമിനേറ്റർ. പി ബൈ ക്യൂ ടെർമിനേറ്റിംഗ് ആവണമെങ്കിൽ ക്യൂ എന്തായിരിക്കണം, ക്യൂ ഈക്വൽ ടു ക്യൂ റേസ് ടു എ ഇൻറ്റു 5 റേസ് ടു ബി എന്നുള്ള ഫോമുല ആയിരിക്കണം എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ക്യൂ റേസ് ടു എ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുത്ത് കൊടുക്കാം. എന് 1ഉം ബിന് 2 എന്ന് കൊടുക്കാം. ക്യൂ റേസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 2. 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 2 പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 25 ഈക്വൽ ടു 50. അടിയിൽ 50 ആണെങ്കിൽ നമുക്ക് പി ബൈ ക്യൂ ഒരു ടെർമിനേറ്റിംഗ് റെപ്രസെന്റേഷനിൽ കിട്ടുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എനും ബിനും നമ്മൾ വേറെ വാല്യൂസ് ഇട്ടിട്ട് നമുക്ക് ഇത് ടെർമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രീ നമ്പേഴ്സ് ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആർ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ്. നോൺ ടെർമിനേറ്റിംഗും നോൺ റെക്കറിംഗുമായ 3 ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. 0.21, 211, 2111 അങ്ങനെയുള്ളത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. 0.03, 003, 0003 അതും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. പിന്നെയോ 0.825, 8825, 88825 അങ്ങനെയുള്ളതും ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ 3 എക്സാമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find 3 irrational numbers between the rational numbers 5/7 and 9/11. 5/7 9/11 ഇടയിലുള്ള 3 ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കാം. 5/7 ആണ് ആദ്യം നമുക്ക് നോക്കാം. 5/7 എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയാണ് ഉള്ളത് ആദ്യത്തെ നമ്പർ. 9/11 ഇങ്ങനെ 81. 0.71 ബാറും 0.81 ബാറും അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് 3 ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 0.72, 772, 7772. അത് 0.71 ഗ്രേറ്റർ ആണ് 0.72 എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാം, 0.73, 773, 7773. അതേപോലെയോ 0.74, 774, 7774. അതും അങ്ങനെ 3 ഇറാഷണൽ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഏതെങ്കിലും 3 ഇറാഷണൽ നമ്പേഴ്സ് 0.71ന്റെയും 0.81ന്റെയും ഇടയിലുള്ള 3 ഇറാഷണൽ നമ്പേഴ്സ് എഴുതിയാൽ മതി. ഈ നമ്പേഴ്സ് ഇറാഷണൽ ആണോ റാഷണൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്പർ നോക്കാം. √23. √23ന്റെ പറഞ്ഞ എന്താ, √23/1. പി എന്ന് പറയുന്നത് ഈ ഇൻഡിജർ അല്ല, ഇറാഷണൽ ആണ്. P is irrational. Q is integer. റാഷണൽ ആണ്. ഇറാഷണൽ നമ്പർ ബൈ റാഷണൽ നമ്പർ പറഞ്ഞാൽ എന്താ, പി ബൈ ക്യൂ എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. അടുത്തെന്താ, √225. √225 എന്ന് പറഞ്ഞാൽ എന്താ, √15 × 15 ആണ്. അപ്പൊ എന്താ, 15 ആണ് നമ്മളുടെ ഉത്തരം. P എന്ന് പറയുന്നത് എന്താ, റാഷണൽ നമ്പർ ആണ്. Q എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു റാഷണൽ. P എന്ന് പറയുന്നത് റാഷണൽ ആണ്, Q എന്ന് പറയുന്നത് റാഷണൽ ആണ്. അപ്പൊ നമുക്ക് √225 എന്താണ്, റാഷണൽ നമ്പർ ആണ്. അടുത്ത നമ്മളോട് എന്ത് ചോദിച്ചത്, 0.3796. 0.3796 എന്താ, 0.3796 എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ. അപ്പൊ എന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് റാഷണൽ ആണെന്ന് പറയാം. അടുത്തെന്താ, 7.478 ബാർ. 478 റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ 478 ബാർ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് റാഷണൽ നമ്പർ ആണെന്ന് പറയാം. അടുത്തതോ 1.10100100001. അതെന്താണ്, ഇറാഷണൽ നമ്പർ ആണ്. ഡയറക്റ്റ് ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഇറാഷണൽ നമ്പർ ആണ്.
അത് ഇറാഷണൽ നമ്പറാണ്.